റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസാമത്ത് ഇബ്നു ശരീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, തദാവു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക, രോഗം വന്നാൽ ചികിത്സിച്ചു കൊള്ളുക. فإن الله عز وجل لم ينزل داء إلا أنزل معه شفاء. അല്ലാഹു ഏതേത് രോഗം ഇറക്കിയാലും അതിന് ശമനവും ഇറക്കിയിട്ടുണ്ട്, അതിന് മരുന്നും ഇറക്കിയിട്ടുണ്ട്. ഇല്ലൽ മൗത വൽ ഹറം, മരണമൊഴികെ വാർദ്ധക്യമൊഴികെ എല്ലാവരെയും അത് തുറിച്ചു നോക്കുന്നു, എല്ലാവരെയും അത് കാത്തിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാം, ഈ ലോകത്തൊരാൾ എത്ര സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചാലും, എത്ര പണവും അധികാരവും എല്ലാ സൗകര്യങ്ങളും ഒരാൾക്ക് ഉണ്ടായാലും, രണ്ട് കാര്യങ്ങൾ അവനെ തുറിച്ചു നോക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ അവനെ അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല. ആ രണ്ട് കാര്യങ്ങൾ ദുനിയാവിലെ ഏത് സുഖങ്ങൾക്കിടയിലും കല്ലുകടി ഉണ്ടാക്കും. നീ അതേക്കുറിച്ച് ഓർത്താൽ ദുനിയാവിലെ ഒരു സുഖവും നിനക്ക് അമിതമായ ഒരു ആഹ്ലാദത്തോടെ ആസ്വദിക്കാൻ സാധ്യമല്ല. ഒന്ന് വാർദ്ധക്യവും രണ്ടാമത്തത് മരണവുമാണ്. എത്ര പണമുണ്ടായാലും എത്ര അധികാരമുണ്ടായാലും വയസ്സാവുക എന്ന കാര്യം, തല നരക്കുക, തൊലി ചുളിയുക, എല്ലുകൾ ദുർബലമാവുക, ആ കാര്യം അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരാൾക്കും അത് തടയാൻ സാധ്യമല്ല. അത് തടയാൻ പണം കൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ പണക്കാർക്ക് വാർദ്ധക്യം ബാധിക്കുമായിരുന്നില്ല. അധികാരികൾക്കും രാജാക്കന്മാർക്കും ചക്രവർത്തികൾക്കും അത് സാധിക്കുമായിരുന്നുവെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരാൾക്കും സംഭവിക്കുകയുമില്ല.